തൃശൂർ കോർപ്പറേഷന്റെ ബജറ്റ് അവലോകന ചർച്ച നടന്നു. ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് കൗൺസിലർമാർ വിട്ടുനിന്നു. ബിജെപി കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. കോർപ്പറേഷന്റേത് നികുതിക്കൊള്ളയാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് കൗൺസിലർമാർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. ബജറ്റിൽ പ്രതിഷേധിച്ച് പ്ലക്കാർഡുകളും കുടങ്ങളുമായിട്ടാണ് ബിജെപി കൗൺസിലർമാർ ചർച്ചയിൽ പങ്കെടുത്തത്. ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുണ്ടായ കറുപ്പ് വിവാദത്തിൽ ചീഫ് സെക്രട്ടറിക്ക് ആദരവ് പ്രകടിപ്പിച്ച് ബിജെപി കൗൺസിലർമാർ കറുപ്പ് വസ്ത്രം ധരിച്ചാണ് കൗൺസിൽ ഹാളിൽ എത്തിയത്. കോർപ്പറേഷൻ ബജറ്റ് തനിയാവർത്തനവും ബഡായി ബജറ്റുമാണെന്ന് ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. പല ഫണ്ടുകളും വകമാറ്റി ചിലവഴിക്കുകയാണെന്നും കോടികൾ ചിലവഴിച്ചിട്ടും ഇപ്പോഴും ചെളിവെള്ളമാണ് പൈപ്പിലൂടെ വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മേയറുടെ മൗനാനുവാദത്തോടെയാണ് കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധവും ചർച്ച ബഹിഷ്കരണവുമെന്ന് വിനോദ് പൊള്ളാഞ്ചേരി ആരോപിച്ചു. തൃശൂർ സ്വരാജ് റൗണ്ട് നിർമ്മിച്ച രാമോർമ്മ തമ്പുരാന്റെ പത്നി പാറുക്കുട്ടിയമ്മയുടെ പ്രതിമ തൃശൂരിൽ സ്ഥാപിക്കണമെന്ന് ഡോക്ടർ വി ആതിര ആവശ്യപ്പെട്ടു. വർഗീസ് കണ്ടംകുളത്തി, പൂർണിമ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ അഭ്യർത്ഥന പ്രകാരം കാത്തലിക് സിറിയൻ ബാങ്കിന്റെ CSR ഫണ്ടായി 1 കോടി രൂപ കോർപ്പറേഷന് ലഭിച്ചതായും ക്ലീൻ കേരളയുടെ ഭാഗമായി 60,000 വീടുകളിൽ ബിൻ കൊടുക്കാൻ ഈ തുക ഉപയോഗപ്പെടുത്തുമെന്നും മേയർ MK വർഗീസ് അറിയിച്ചു. ജനദ്രോഹ ബജറ്റാണെന്ന് ആരോപിച്ച് ബിജെപി കൗൺസിലർമാർ ബജറ്റ് അവലോകന യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. TCV ന്യൂസ്, തൃശൂർ.